ഹലോ നമസ്കാരം കൂട്ടുകാരെ. ജി കെയുടെ PYQ സീരീസിലേക്ക് സ്വാഗതം. നോക്കാം ഒരു ചോദ്യം. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ്? അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ്? ഏതാണ് മൃഗം? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ് അസമിലെ കാസിരംഗ ദേശീയോദ്യാനം. നോക്കാം, ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് കാസിരംഗ നാഷണൽ പാർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് കാസിരംഗ നാഷണൽ പാർക്ക്. ബ്രഹ്മപുത്ര നദിക്കരയിൽ കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് കാസിരംഗ നാഷണൽ പാർക്ക്. ബ്രഹ്മപുത്ര നദിക്കരയിൽ കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് ഇത് കാസിരംഗ നാഷണൽ പാർക്ക്. 1985 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. 1985 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ചുവന്ന പാണ്ട കാണപ്പെടുന്ന മേഘാലയയിലെ ബയോസ്ഫിയർ റിസർവ് ആണ് നോക്റെക്. എന്താണ്? ചുവന്ന പാണ്ട കാണപ്പെടുന്ന മേഘാലയയിലെ ബയോസ്ഫിയർ ദേശീയോദ്യാനം ഏതാണ്? നോക്റെക് ആണ്. നോക്റെക്. അപ്പൊ ചുവന്ന പാണ്ട കാണപ്പെടുന്ന മേഘാലയയിലെ ദേശീയോദ്യാനം നോക്റെക്. റോയൽ ടൈഗർ കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് സുന്ദർബൻ. റോയൽ ടൈഗർ കാണപ്പെടുന്നത് എവിടെയാണ്? സുന്ദർബൻസിലാണ്. ആനകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യമല. ആനകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അഗസ്ത്യമലയാണ്. സിംഹവാലൻ കുരങ്ങ് കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി. കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? സിംഹവാലൻ കുരങ്ങ് കാണപ്പെടുന്ന കേരളത്തിലെ നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി. ബംഗാൾ ടൈഗർ കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് മാനസ് നാഷണൽ പാർക്ക്. ബംഗാൾ ടൈഗർ കാണപ്പെടുന്ന നാഷണൽ പാർക്ക് ഏതാണ്? മാനസ്. മാനസ് എവിടെയാണ്? അസമിലാണ് അല്ലെ. മാനസ് നാഷണൽ പാർക്ക്, അസം. സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനമാണ് ഗിർ ദേശീയോദ്യാനം. സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനമാണ് ഗിർ ദേശീയോദ്യാനം. ഗിർ ദേശീയോദ്യാനം കാണപ്പെടുന്നത് ജുനഗഡ് ജില്ലയിലാണ്. ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് ഗിർ ദേശീയോദ്യാനം കാണപ്പെടുന്നത്. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവാ സങ്കേതമാണ് നന്ദൻകാനൻ. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവാ സങ്കേതം ഏതാണ്? നന്ദൻകാനൻ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഉത്തരാഖണ്ഡിലാണ്. 1936 നിലവിൽ വന്നു. 1936 ഉത്തരാഖണ്ഡിൽ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം നിലവിൽ വന്നു. അതിന്റെ പേരാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഹെയ്ലി നാഷണൽ പാർക്ക് എന്നും രാംഗംഗ നാഷണൽ പാർക്ക് എന്നും ജിം കോർബറ്റ് നാഷണൽ പാർക്ക് അറിയപ്പെടുന്നു. അപ്പോൾ ഹെയ്ലി നാഷണൽ പാർക്ക്, രാംഗംഗ നാഷണൽ പാർക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമിസ് നാഷണൽ പാർക്ക്. തിരിഞ്ഞു പോവരുത്. ഇത് ഹെയ്ലി, ഇത് ഹെമിസ്. എന്താണ് ഹെയ്ലി? ആദ്യത്തേത്. ഹെമിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമിസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് സൗത്ത് ബട്ടൺ ദ്വീപ്, ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം സൗത്ത് ബട്ടൺ ദ്വീപ്, ആൻഡമാൻ നിക്കോബാർ. ഓക്കെ, ഒന്നുകൂടെ റിവൈസ് ചെയ്താലോ? നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് കാസിരംഗ നാഷണൽ പാർക്ക്. ബ്രഹ്മപുത്ര നദിക്കരയിൽ കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് കാസിരംഗ നാഷണൽ പാർക്ക്. 1985 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ നാഷണൽ പാർക്കാണ് ഏത്? കാസിരംഗ നാഷണൽ പാർക്ക്. ചുവന്ന പാണ്ട കാണപ്പെടുന്ന മേഘാലയയിലെ ബയോസ്ഫിയർ ദേശീയോദ്യാനമാണ് നോക്റെക്. റോയൽ ടൈഗർ കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് സുന്ദർബൻ. ആനകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ബയോസ്ഫിയർ ആണ് ഏതെന്ന് പറയുന്നത്? അഗസ്ത്യമല. സിംഹവാലൻ കുരങ്ങ് കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി. ബംഗാൾ ടൈഗർ കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് മാനസ്, അസം. ബംഗാൾ ടൈഗർ കാണപ്പെടുന്നത് മാനസ്, അസം. സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനമാണ് ഗിർ ദേശീയോദ്യാനം. ഗിർ ദേശീയോദ്യാനം എവിടെയാണ്? ജുനഗഡ് ജില്ലയിലെ, ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് ഗിർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവാ സങ്കേതമാണ് നന്ദൻകാനൻ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. 1936 നിലവിൽ വന്നു ഉത്തരാഖണ്ഡിൽ. ഹെയ്ലി നാഷണൽ പാർക്ക്, രാംഗംഗ നാഷണൽ പാർക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമിസ് നാഷണൽ പാർക്ക്, ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം സൗത്ത് ബട്ടൺ ദ്വീപ്, ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? സൗത്ത് ബട്ടൺ ദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ആണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലെ ഹിമപ്പുലികളുടെ ഏക സംരക്ഷിത കേന്ദ്രമാണ് ഹെമിസ് നാഷണൽ പാർക്ക്. അപ്പോൾ ഹെമിസ് നാഷണൽ പാർക്കിലാണ് ഹിമപ്പുലികളെ സംരക്ഷിക്കുന്നത്. ഒക്കെ ഹെമി കണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്താൽ തന്നെ കിട്ടൂലേ? എന്താണ്? ഹിമപ്പുലികളെ സംരക്ഷിക്കുന്ന നാഷണൽ പാർക്ക് ഏതാണ്? ഹെമിസ് ആണ്. ഹെമിസ് എവിടെയാണ്? ജമ്മു കാശ്മീർ ആണ്. ലോകത്തിൽ ഒഴുകുന്ന ഒരേ ഒരു ദേശീയോദ്യാനമാണ് കെ ബുൾ-ലംജാവോ. ലോകത്തിൽ ഒഴുകുന്ന ഒരേ ഒരു ദേശീയോദ്യാനം അതേതാണ്? കെ ബുൾ-ലംജാവോ. മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് SPCA. നിങ്ങൾ SPC എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്. അപ്പോൾ SPCA എന്ന് പറഞ്ഞാൽ എന്താണ്? സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ്. മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് SPCA. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? നോക്കൂ, കാശ്മീരി മാനുകളുടെ ഏക സംരക്ഷിത പ്രദേശം അറിയപ്പെടുന്നത് ഡച്ചിങ്ഹാം നാഷണൽ പാർക്കാണ്. കാശ്മീരി മാനുകൾ സംരക്ഷിക്കപ്പെടുന്നത് എവിടെയാണ്? ഡച്ചിങ്ഹാം നാഷണൽ പാർക്കിലാണ്. വെള്ളക്കടുവകളാണെങ്കിൽ എന്താണ് പറഞ്ഞത്? നന്ദൻകാനൻ. ഏഷ്യൻ സിംഹങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഗിർ നാഷണൽ പാർക്കിലാണ്. ഓക്കെ, ഇതുകൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക്